ഹേ ഗൈസ്, ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. സോ നമ്മൾ ഏകദേശം ഇറങ്ങാൻ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം കല്യാണമെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കല്യാണമെല്ലാം കണ്ടിരുന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഫുൾ തിരക്കായിരുന്നു. നമുക്ക് ഇരിക്കാൻ സീറ്റ് ഇട്ടായിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് സീറ്റെല്ലാം കിട്ടി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ പോയത് ഇപ്പോൾ കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന നവകേരളത്തിൻ്റെ അങ്ങോട്ടേക്കാണ് കേട്ടോ. സോ അവിടെ പുറത്ത് നല്ല വെയിലായിരുന്നു. പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ സമാധാനം, കാരണം അവിടെ ഫുൾ AC ആയിരുന്നു. ഇവിടെ കുറേ സംഭവം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സോ അങ്ങനെ ഉള്ളിൽ കയറിയപ്പം തന്നെ ഇവിടെ എന്തോ ഒരു ഗെയിം പോലത്തെ ഉണ്ടായിരുന്നു. ആടെ അത് തൊട്ടപ്പോൾ എനിക്കൊന്നും തിരിയുന്നുണ്ടായില്ല. പിന്നെ അത് കുറച്ച് സമയം അങ്ങനെയെല്ലാം ആക്കിക്കൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് എന്തെല്ലാം വായിപ്പോയി ഗൈസ്. പിന്നെ ഞാൻ അവിടെ നിന്ന് പതിയെ പോയി കേട്ടോ, കാരണം അത് എന്താ ചെയ്യേണ്ടത് എനിക്കൊന്നും തിരിയുന്നുണ്ടായില്ല. പിന്നെ നമ്മൾ നേരെ നടന്ന് ഇങ്ങനൊരു സംഭവത്തിൽ കയറി. അതെന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ പിന്നെ താഴെ നോക്കിയപ്പോഴാണ് നമ്മൾ കടലിലാണ് നിൽക്കുന്നത് മനസ്സിലായത് ഗൈസ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. എന്തെല്ലാം എക്സിബിഷൻ്റെയും കുറേ എന്തെല്ലോ അവിടെ സംഭവമുണ്ട്. പിന്നെ എന്തെല്ലോ സ്റ്റാളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ എന്ത് ചോദിച്ചാലും പറയുന്ന ഒരു റോബോട്ടിനെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാധനം ട്രൈ ചെയ്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ആർച്ചറിങ്ങെല്ലാം ചെയ്ത് അത് അടിപൊളി ഫ്ലോപ്പായിരുന്നു, കാരണം അത് എഴുത്തേക്കോ ഉന്നം തെറ്റിപ്പോയി. പിന്നെ ഈ കാർ റേസ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കിത് കുറേ ടൈം കളിച്ചുകൊണ്ടിരിക്കാൻ തോന്നി. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് എന്നോട് അവർ പറഞ്ഞത് ഇത് ഈ കുട്ടി ഉണ്ടാക്കിയ ഗെയിമാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ശരിക്കും അത് അത്ഭുതപ്പെട്ടു പോയി കേട്ടോ, കാരണം അത്രയും നല്ല ഗെയിമായിരുന്നു അത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നടന്നപ്പോൾ കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തെല്ലോ മീനെല്ലാം ഉണ്ടായിരുന്നു. കുറേ നടക്കാനുണ്ട്. നടന്ന് കാലിൻ്റെ പണിയെല്ലാം പോയി. പിന്നെ നമ്മൾ എന്തെല്ലോ കുപ്പിയിലിട്ട് വെച്ച സാധനങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്നപ്പോഴാണ് ഗൈസ് അവിടുന്ന് എന്നോട് ഇത് ഏറ്റവും വലിയ പെന്നാണെന്നുള്ള എന്നെ കൊണ്ടത് പിടിപ്പിച്ചത്. അത് ഭയങ്കര വെയിറ്റ് ആയിരുന്നു. അങ്ങനെ എങ്ങനെയല്ലോ നടന്ന് പുറത്തെത്തിയപ്പോൾ ഗൈസ് ശരിക്കും പറഞ്ഞാൽ സമാധാനമായി. ഇനി വേഗം ഒന്ന് വീട്ടിൽ പോയാൽ മതി എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.